നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്കിതൊക്കെ വെറും ശല്യക്കാര് മാത്രമായതുകൊണ്ട് അതിൽ ആരൊടുങ്ങിയാലും എനിക്ക് എന്താ? മിണ്ടരുത്. നീ വ്രതത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് പണം നിന്റെ അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞാ എത്തിയിരിക്കും. മനസ്സിലായോ? മൂന്നാം നാൾ രാത്രി പൂജയ്ക്ക് ശേഷം നമ്മുടെ കുടുംബക്ഷേത്രത്തില് രാത്രി ഒറ്റയ്ക്ക് നിരാഹാരം ഇരിക്കണം. ഒരു പോള കണ്ണടയ്ക്കാൻ പാടില്ല. അനന്തശായിയായ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ബ്രാഹ്മ മുഹൂർത്തം വരെ അവിടെ കഴിയണം. വെളുപ്പിനെ ക്ഷേത്രത്തിലെ പ്രസാദം കൊണ്ടുവന്ന് വീട്ടുപടിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ കർമ്മം പൂർത്തിയാവും. അടിയുറച്ച ഭക്തി, എന്തും നേരിടാനുള്ള ധൈര്യം, ഒരു നിമിഷം പോലും മാറാതെയുള്ള പ്രാർത്ഥന, അതാണ് പ്രധാനം. പക്ഷേ ഇതെല്ലാം കൂടി ഞാൻ എങ്ങനെ ചെയ്യും? ശരിയാ മുത്തശ്ശി. പണ്ട് കാലത്ത് ആരോ വലിയ വലിയ ആചാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു വെച്ച് ആ ക്ഷേത്രത്തില് ഒറ്റയ്ക്ക് രാത്രി ഇരിക്കാന്നൊക്കെ പറഞ്ഞ പ്രിയങ്കയെ കൊണ്ടത് പറ്റുമോ? എന്തുകൊണ്ടാ പറ്റാത്തത്? പരമേശ്വരൻ സുഖമില്ലാതെ ഐസിയുയിൽ കിടക്കുമ്പോ അതിന്റെ പുറത്ത് ഒരു പോള കണ്ണടയ്ക്കാതെ പത്മിനി കാവലിരുന്നില്ലേ? അപ്പ പത്മിനിയുടെ മനസ്സില് പ്രാർത്ഥനയല്ലാതെ വേറെന്തെങ്കിലും ഉണ്ടായിരുന്നോ? അതുപോലെ തന്നെയാ ഇതും. പ്രിയങ്ക, ഞാൻ നിന്നോടൊരു കാര്യം പറയാം. നിന്നെ കൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം നീ ഏറ്റെടുത്താ മതി. അല്ലെങ്കിൽ ആറ്റൂർ നമ്പൂതിരിയോട് പറഞ്ഞാ വേറെ ഏതെങ്കിലും മാർഗം അദ്ദേഹം നിർദ്ദേശിക്കും. അയ്യോ, ഇത് പാടില്ല. അല്ല, ഇതത്ര കഠിനമായ വ്രതമൊന്നും അല്ലല്ലോ, ചെയ്യാവുന്നല്ലേ ഉള്ളൂ. മോളെ പ്രിയങ്കെ, ഇത് നീ ധൈര്യമായിട്ട് ഏറ്റെടുത്തോ. ഞങ്ങളൊക്കെ ഉണ്ടല്ലോ നിന്റെ കൂടെ. ആ മോളെ, ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചാ മതി. ഭർത്താവ് കഴുത്തിൽ അണിയിച്ചിരിക്കുന്ന താലി എന്ന് പറയുന്നത് എല്ലാ ഭയങ്ങളിൽ നിന്നും ഒരു പെണ്ണിനെ കരകയറ്റുന്നതാ. ദൈവങ്ങളെ മനസ്സിൽ വിചാരിക്ക, ഒപ്പം താലി കെട്ടിയ ഭർത്താവിനെ. കഴുത്തിലെ താലിയിലേക്ക് നോക്കുന്ന ഓരോ നിമിഷവും ഭർത്താവിന്റെ ഐശ്വര്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. ശരി, ഞാൻ ചെയ്യാം. വരുൺ, ഒന്നെൻ്റെ കൂടെ വരുമോ? അതെ, പ്രിയങ്ക മോൾ അങ്ങനെ തടസ്സം പറയുന്നൊന്നും കാര്യാക്കണ്ട കേട്ടോ. കുഞ്ഞുനാള് മുതലേ അവളിതൊന്നും ശീലിച്ചിട്ടില്ല. പക്ഷേ എന്റെ രാധേ മോളാണെങ്കിൽ നേരെ മറിച്ചാ. അതെനിക്കറിയാൻ തിരുമേനി. രാധിക മോളുടെ പ്രാർത്ഥനയും ഇക്കാര്യത്തിൽ പ്രധാനമാണ്. വരുൺ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വ്രതം അനുഷ്ഠിക്കേണ്ട കാര്യം എന്താ? എല്ലാ കാര്യത്തിലും എന്നെ നിഷേധിക്കാറുണ്ടല്ലോ. ഭാര്യ എന്ന പദവിക്ക് എനിക്ക് യോഗ്യതയില്ല എന്ന് പറയാറുണ്ടല്ലോ. ഇപ്പൊ എന്താ അത് പറയാത്തെ? കുടുംബത്തിലെ എല്ലാവരും ചേർന്ന് നടക്കുന്ന ഒരു പൂജയല്ലേ? എതിർക്കാൻ പറ്റില്ല അല്ലേ? എന്നിട്ട് അതൊക്കെ ഞാൻ അനുസരിക്കണം. ഞാൻ പട്ടിണി കിടക്കണം. കുടുംബക്ഷേത്രത്തിൽ ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്കിരിക്കണം.
നിങ്ങൾക്ക് ആയുസ് കൂടും, ഐശ്വര്യം കൂടും. എനിക്കെന്താ നേട്ടം? എനിക്കെന്താ വേണ്ടത്? എല്ലാത്തിനും കാശിന്റെ കണക്കാണല്ലോ. ഈ ഒരു പൂജയിൽ പങ്കെടുക്കുന്നതിന് നിന്റെ കൂലി എത്രയാ? അതും ചേർത്ത് ഞാൻ തന്നോളാം. തന്നോളാന്ന് പറയുന്നതല്ലാതെ എന്റെ അക്കൗണ്ടിലേക്ക് പണം ഇതുവരെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ ഈ വ്രതം തുടങ്ങണമെങ്കിൽ എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ പറഞ്ഞ പണം വന്നിരിക്കണം. അല്ലെങ്കിൽ ആ പൂജാ മണ്ഡപത്തിന് മുൻപിൽ നിന്ന് സകലതും ഞാൻ വിളിച്ചു പറയും. അതിന്റെ പേരിൽ ഇവിടെ ആര് തളർന്നു വീണാലും ചത്താലും എനിക്കൊന്നുമില്ല. നിനക്കുള്ള പണം ഇന്ന് തന്നെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാം. ദേ, ആ പണവും കൈപ്പറ്റി ഈ പൂജ്യം തീർത്തിട്ട് എങ്ങോട്ടാന്ന് വെച്ച് പൊക്കോണം. പോവാ. എപ്പോഴും എന്റെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞില്ലേ? കസേരയിൽ തളർന്നിരിക്കുന്ന അച്ഛനെ ഓർമ്മയുണ്ടല്ലോ. എന്തെങ്കിലും അനർത്ഥങ്ങൾ സംഭവിച്ച വീണ് പെടയുന്ന അമ്മയെ ഓർമ്മയുണ്ടല്ലോ. പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട മുത്തശ്ശി. ഉഫ്, എനിക്കിതൊക്കെ വെറും ശല്യക്കാര് മാത്രമായതുകൊണ്ട് അതിലാരൊടുങ്ങിയാലും എനിക്ക് എന്താ? മിണ്ടരുത്. നീ വ്രതത്തിൽ ഇരിക്കുന്നതിന് മുമ്പ് പണം നിന്റെ അക്കൗണ്ടിൽ എത്തുമെന്ന് പറഞ്ഞാൽ എത്തിയിരിക്കും. മനസ്സിലായോ? വരുൺ, ഒരു കാര്യം കൂടി. പൂജ അവസാനിക്കുന്നത് വരെ അച്ഛനും ചേച്ചിയൊക്കെ ഔട്ട് ഹൗസിലുണ്ടാവും. ചേച്ചിയോടുള്ള വരുണിന്റെ പെരുമാറ്റം That's none of your business. ഈ ദിവസക്കൂലി എണ്ണി വാങ്ങുന്നവളെ വേറെ ഒരു കാര്യത്തിനും ഇങ്ങോട്ട് അഭിപ്രായം പറയാൻ വരണ്ട. അങ്ങനെ എന്തിനെങ്കിലും ശ്രമിച്ചാൽ നീ ഒരു പെരുങ്കള്ളിയാണെന്ന് നിന്റെ കുടുംബക്കാരുടെ മുമ്പിൽ തെളിയിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറക്കി വിടും. വില വെച്ച് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ. അവിടം വരെ മതി. എന്നെ നിയന്ത്രിക്കാനോ അനുസരിപ്പിക്കാനോ നീ ശ്രമിക്കരുത്. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പണം കിട്ടിയ പിന്നെ എനിക്കെന്താ? പ്രിയങ്ക, എത്ര നാളായി താൻ വിളിച്ചിട്ട്? ഞാൻ പറഞ്ഞിരുന്നില്ല ശരത്തെ, കാര്യങ്ങളെല്ലാം ശരിയായതിനു ശേഷം മാത്രമേ ഞാൻ വിളിക്കുള്ളൂ എന്ന്. ഇപ്പൊ എല്ലാം ശരിയായോ? എന്റെ അക്കൗണ്ടില് ഇന്ന് പണം എത്തും. റിയലി? എത്തും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ പിന്നെ മണിമംഗലം കുടുംബം ഉണ്ടാവില്ല. ശരത്തൊരു കാര്യം ചെയ്യും, നമ്മുടെ സിനിമയുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് റെഡിയാക്ക്. വൈകുന്നേരത്തിനുള്ളിൽ പണത്തിന്റെ കൺഫർമേഷൻ ഞാൻ തരാം. പണത്തിന്റെ പ്രശ്നമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.